നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എക്സാമുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങി വച്ചിരുന്നു. അത് ഈ പ്ലേലിസ്റ്റിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം മുതൽ കാണുക. ആ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട ചില ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടിപ്പ് ഓഫ് ദ ഇലക്ട്രോഡ് ആൻഡ് ദ പാരൻറ്റ് മെറ്റൽ വേർ ദ ആർക്ക് സ്ട്രൈക്സ് ഈസ് കോൾഡ്. അതായത് ഇലക്ട്രോഡിൻ്റെ ടിപ്പും അതുപോലെ പാരൻറ്റ് മെറ്റലും, അതായത് നമ്മൾ വെൽഡ് ചെയ്യുന്ന വർക്ക് പീസ്, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആർക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത്, ആർക്ക് ഉണ്ടാകുന്ന സമയത്ത് ഇലക്ട്രോഡിൻ്റെയും വർക്ക് പീസിൻ്റെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്, വർക്ക് പീസ് അല്ലെങ്കിൽ പാരൻറ്റ് മെറ്റൽ എന്ന് പറയാം, ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസിനെ എന്താണ് പറയുന്നത്? ഓപ്ഷൻസ് ഏതൊക്കെയാണ് നോക്കാം. എ ആർക്ക് ഗ്യാപ്പ്, ബി ആർക്ക് ലെങ്ത്, സി ആർക്ക് ഡിസ്റ്റൻസ്, ഡി ആർക്ക് വിഡ്ത്ത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഡിസ്റ്റൻസിനെ എന്താണ് പറയുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനെ പറയുന്ന പേരാണ് ആർക്ക് ലെങ്ത്. അതായത് ആൻസർ ഓപ്ഷൻ ബി. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആർക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോഡിൻ്റെയും വർക്ക് പീസിൻ്റെയും അല്ലെങ്കിൽ ഇലക്ട്രോഡിൻ്റെയും പാരൻറ്റ് മെറ്റലിൻ്റെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേര് ആർക്ക് ലെങ്ത് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the arc utilized in electric arc welding is a. ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്ന ആർക്ക് ഏത് തരത്തിലുള്ളതാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ എ ഹൈ വോൾട്ടേജ് ഹൈ കറൻറ്റ് ഡിസ്ചാർജ്, ഓപ്ഷൻ ബി ലോ വോൾട്ടേജ് ലോ കറൻറ്റ് ഡിസ്ചാർജ്, ഓപ്ഷൻ സി ലോ വോൾട്ടേജ് ഹൈ കറൻറ്റ് ഡിസ്ചാർജ്, ഓപ്ഷൻ ഡി ഹൈ വോൾട്ടേജ് ലോ കറൻറ്റ് ഡിസ്ചാർജ്. അതായത് നമ്മൾ ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ വോൾട്ടേജിനെ കുറച്ചുകൊണ്ട് ഹൈ കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്ന ആർക്ക് ഏത് തരത്തിലുള്ള ഡിസ്ചാർജ് ആയിരിക്കും? ലോ വോൾട്ടേജ് ഹൈ കറൻറ്റ് ഡിസ്ചാർജ്, അതായത് ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആർക്ക് വെൽഡിംഗ് ദ സോഴ്സ് ഓഫ് ഹീറ്റ് ഈസ്. ആർക്ക് വെൽഡിങ്ങിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഹീറ്റ് ഉണ്ടാക്കുന്ന സോഴ്സ് ഏതാണ്? വെൽഡിംഗ് നടക്കുന്ന ഹീറ്റ് ഉപയോഗിച്ചാണ്. ആ സോഴ്സ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞത് ഇലക്ട്രിക് വെൽഡിങ്, ഗ്യാസ് വെൽഡിങ്, അതുപോലെ അതർ വെൽഡിങ് എന്ന് പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കറണ്ട്, ആർക്ക് വോൾട്ടേജ്, ഇലക്ട്രിസിറ്റി, വെൽഡിംഗ് ട്രാൻസ്ഫോമർ. അപ്പോൾ ആർക്ക് വെൽഡിങ്ങിൽ ഹീറ്റ് സോഴ്സ് എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ ആർക്ക് വെൽഡിംഗ് വരുന്നത് ഇലക്ട്രിക് വെൽഡിംഗ് വിഭാഗത്തിലാണ്. ഇലക്ട്രിക് വെൽഡിംഗ് വിഭാഗം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇലക്ട്രിസിറ്റി സോഴ്സ് ആയിട്ടുള്ളതാണ്, ഹീറ്റ് സോഴ്സ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി. ആർക്ക് വെൽഡിങ്ങിൽ ഹീറ്റ് സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ഇൻ എ സർക്യൂട്ട് ഈസ് കോൾഡ്. കറണ്ട് ഫ്ലോയിൻ്റെ എമൗണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. എ വോൾട്ട്, ബി ആംപിയർ, സി ഓം, ഡി ഫാരഡ്. നമുക്കറിയാം കറണ്ട് ഫ്ലോവിനെ
ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ എന്താണ് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ യൂസ്ഡ് ഇൻ ആർക്ക് വെൽഡിംഗ്. ആർക്ക് വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രാൻസ്ഫോമറിനെ കുറിച്ച്, നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ സംസാരിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മൾ മുൻപ് ഉള്ളൊരു ക്വസ്റ്റ്യനും പറഞ്ഞു, ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്ഷൻസ് ഏതാണെന്ന് നോക്കാം. എ സ്റ്റെപ്പ് ഡൗൺ, ബി സ്റ്റെപ്പ് അപ്പ്, സി 1-to-1, ഡി capable of increasing supply voltage. അപ്പോൾ ആർക്ക് വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ആണ്, അതായത് വോൾട്ടേജ് കുറച്ച് ഹൈ കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എ, അതായത് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്തത് എർത്ത് ക്ലാമ്പ് ഈസ് യൂസ്ഡ് ഇൻ ആർക്ക് വെൽഡിംഗ് 2. ആർക്ക് വെൽഡിങ്ങിൽ എർത്ത് ക്ലാമ്പ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ് ചോദിക്കുന്നത്. ഹോൾഡ് ദ ഇലക്ട്രോഡ് ഫാമിലി, അതായത് ഇലക്ട്രോഡ് ഫേംലി ഹോൾഡ് ചെയ്യാനായിട്ട്. കണക്ട് ദ എർത്തിങ് കേബിൾ ടു ഇലക്ട്രോഡ്, എർത്തിങ് കേബിൾ ഇലക്ട്രോഡിലേക്ക് കണക്ട് ചെയ്യാനായിട്ട്. കണക്ട് ദ എർത്തിങ് കേബിൾ ടു വർക്ക് പീസ്, എർത്തിങ് കേബിൾ വർക്ക് പീസിലേക്ക് കണക്ട് ചെയ്യാനായിട്ട്. ഡി കണ്ടക്ട് ദ കറൻറ്റ് ഫ്രം എർത്തിങ് കേബിൾ ടു ഇലക്ട്രോഡ്. അപ്പോൾ എർത്ത് ക്ലാമ്പ് എന്ന് പറയുന്ന സാധനം 2 എൻഡാണ് നമ്മുടെ വെൽഡിംഗ് ട്രാൻസ്ഫോമറിൽ നിന്ന് 2 കേബിൾ അല്ലെങ്കിൽ 2 ലീഡാണ് ഉണ്ടാകുന്നത്. ഒന്ന് ഇലക്ട്രോഡിലേക്കും ഒന്ന് എർത്ത് ക്ലാമ്പിലേക്കുമാണ്. ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഇലക്ട്രോഡ് ഹോൾഡറും എർത്ത് ക്ലാമ്പിലേക്കാണ്. അപ്പോൾ ഇലക്ട്രോഡ് ഹോൾഡർ എന്ന് പറയുന്നത് ഇലക്ട്രോഡ് ഹോൾഡ് ചെയ്യുന്നതിനും, എർത്ത് ക്ലാമ്പ് എന്ന് പറയുന്നത് വർക്ക് പീസിലേക്ക് ഈ എർത്തിങ് കേബിൾ കണക്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്. അങ്ങനെയാവുമ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി. എർത്ത് ക്ലാമ്പ് ആർക്ക് വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്നത് എർത്തിങ് കേബിൾ വർക്ക് പീസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ലൈൻ ഫ്രം ദ വെൽഡിംഗ് മെഷീൻ ദാറ്റ് ക്യാരീസ് ദ കറണ്ട് ഈസ് കോൾഡ്. വെൽഡിംഗ് മെഷീൻ എന്നുള്ള ലൈൻ, കറണ്ട് ക്യാരി ചെയ്യുന്ന ലൈൻ, അതിനെ പറയുന്ന പേരെന്താണെന്നാണ്. ഓപ്ഷൻസ് നോക്കാം. പാത്ത്, ബി ഓപ്ഷൻ സ്ട്രീം, ഓപ്ഷൻ സി ലീഡ്, ഓപ്ഷൻ ഡി ആക്സിസ്. നമ്മൾ ഇതിന്ന് കറണ്ട് കൊണ്ടുപോകുന്നതിന് പറയുന്ന പേര് ലീഡ് എന്നാണ്. അത് ഓർത്ത് വയ്ക്കുക. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ്, എ ഡിവൈസ് ഇൻ എ വെൽഡിംഗ് മെഷീൻ ഫോർ കൺവേർട്ടിംഗ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഇൻ ടു ഡയറക്റ്റ് കറണ്ട് ഈസ് കോൾഡ്. വെൽഡിംഗ് മെഷീനിൽ ഉണ്ടാകുന്ന ഒരു ഡിവൈസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റാനുള്ള ഡിവൈസ്. അതിനെ പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. എ സിനെ ഡി സി ആക്കി മാറ്റുന്നത്, അതും പോലെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. റെക്ടിഫയർ, കൺവേർട്ടർ, ആംപ്ലിഫയർ, കറക്റ്റർ. എ സിനെ ഡി സി ആക്കുന്നത് ഡിവൈസ് നമുക്കറിയാം റെക്ടിഫയർ ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ്, ഇൻ ആർക്ക് വെൽഡിംഗ് the metal particle expelled during welding and which do not form a part of the weld are called. അതായത് ആർക്ക് വെൽഡിങ്ങിൽ മെറ്റൽ പാർട്ടിക്കിൾസ് പുറത്തേക്ക് വരുന്നുണ്ട്. ഈ പുറത്തേക്ക് വരുന്ന മെറ്റൽ പാർട്ടിക്കിൾസ് വെൽഡിൻ്റെ ഒരു പാർട്ടാകുന്നില്ല, അതല്ലാതെ തെറിച്ചു പോകുന്ന മെറ്റൽ പാർട്ടിക്കിൾസ്, അതിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷൻ എ സ്പ്ലിൻറ്റർ, ഓപ്ഷൻ ബി സ്പേഡ്, ഓപ്ഷൻ സി സ്പാം, ഓപ്ഷൻ ഡി സ്പാറ്റർ. അപ്പോൾ ഇങ്ങനെ വെൽഡിലേക്കല്ലാതെ പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുന്ന അല്ലെങ്കിൽ തെറിച്ച് വീഴുന്ന ഈ വെൽഡ് മെറ്റലിനെ പറയുന്ന പേര് സ്പാറ്റർ എന്നാണ്. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി.
അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഇലക്ട്രോഡ് ഹോൾഡർ ഈസ് മെയ്ഡ് ഓഫ്. ഇലക്ട്രോഡ് ഹോൾഡർ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എ മൈൽഡ് സ്റ്റീൽ, ബി കോപ്പർ ഓർ കോപ്പർ അലോയ്, സി പ്ലാസ്റ്റിക്, ഡി ബ്രാസ്. ഇലക്ട്രോഡ് ഹോൾഡർ നിർമ്മിക്കുന്നത് കോപ്പറോ കോപ്പർ അലോയോ ഉപയോഗിച്ചാണ്. നമ്മൾ വെൽഡിംഗ് എക്യുപ്മെൻറ്റ് ആക്സസറീസിൽ പഠിച്ചതാണ്. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, താങ്ക് യു. കൂടുതൽ വീഡിയോസ് ഉടനെ വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുൻപത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഇത് ഒരു പ്ലേലിസ്റ്റാണ്. വെൽഡർ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റാണ്. ആ പ്ലേലിസ്റ്റ് എടുത്ത് അത് മുഴുവനായും കാണുക. ഓക്കെ, താങ്ക് യു.